അധ്യായം 8. അനന്തരം ദാവീദ് ഫിലിസ്ത്യരെ ജയിച്ചടക്കി. മൂലസ്ഥാനത്തിന്റെ ഭരണം ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മോവാബ്യരെയും തോൽപ്പിച്ച് അവരെ നിലത്ത് കിടത്തി ചരട് കൊണ്ടളന്നു. കൊല്ലുവാൻ 2 ചരടും ജീവനോട് രക്ഷിപ്പാൻ 1 ചരടുമായി അവൻ അളന്നു. അങ്ങനെ മോവാബ്യർ ദാവീദിന് ദാസന്മാരായി കപ്പം കൊടുത്തു വന്നു. രഹോബിന്റെ മകനായ സോബാരാജാവായ ഹദസേർ നദീതീരത്തുള്ള തന്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവന്റെ വക 1700 കുതിരപ്പടയാളികളെയും 20,000 കാലാളുകളെയും ദാവീദ് പിടിച്ചു. രഥക്കുതിരകളിൽ 100 മാത്രം വെച്ചും കൊണ്ട് ശേഷം കുതിരകളെയൊക്കെയും കുതിചരമ്പ് വെട്ടിക്കളഞ്ഞു. ശോഭരാജാവായ ഹദദേസേരിനെ സഹായിപ്പാൻ ദമ്മേശേക്കിനോട് ചേർന്ന അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യർ 22,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മേശേക്കിനോട് ചേർന്ന അരാമിൽ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമ്യരും ദാവീദിന് ദാസന്മാരായി തീർന്നു, കപ്പം കൊടുത്തു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദസേരിന്റെ ഭൃത്യന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരുശലേമിലേക്ക് കൊണ്ടുചെന്നു. ഹദസേരിന്റെ പട്ടണങ്ങളായ ബേദഹിൽ നിന്നും ബേരോഥായിൽ നിന്നും ദാവീദ് രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദസേരിന്റെ സർവ്വസൈന്യത്തെയും തോൽപ്പിച്ചുവെന്ന് ഹമാത്ത് രാജാവായ തോയ് കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് കുശലം ചോദിപ്പാനും അവൻ ഹദസേരിനോട് യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയ് തന്റെ മകൻ യോരാമിനെ രാജാവിന്റെ അടുക്കൽ അയച്ചു. ഹദദേസേരിന് തോയിയോട് കൂടെ യുദ്ധമുണ്ടായിരുന്നു. യോരാം വെള്ളി, പൊന്ന്, താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു. ദാവീദ് രാജാവ് ഇവയെ അരാമ്യർ, മോവാബ്യർ, അമ്മോനിയർ, ഫിലിസ്ത്യർ, അമാലേക്യർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നും രഹോബിന്റെ മകനായ ശോഭാരാജാവായ ഹദസേരിന്റെ കൊള്ളയിൽ നിന്നും എടുത്ത് വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. പിന്നെ ദാവീദ് ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 അരാമ്യരെ സംഹരിച്ച് മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ ഏദോമിൽ കാവൽ പട്ടാളങ്ങളെ ആക്കി. ഏദോമിൽ എല്ലായിടത്തും അവൻ കാവൽ പട്ടാളങ്ങളെ പാർപ്പിച്ചു. ഏദോമ്യരൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തന്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സിരോയിയുടെ മകൻ യോവാബ് സേനാധിപതിയും അഹീലൂദിന്റെ മകൻ യഹോശാഫാത്ത് മന്ത്രിയുമായിരുന്നു. അഹീത്തൂബിന്റെ മകൻ സാദോക്കും അബിയാഥാരിന്റെ മകൻ അഹിമേലേക്കും പുരോഹിതന്മാരും സെരയായ രായസക്കാരനും ആയിരുന്നു. യഹോയാദയുടെ മകൻ ബെനായാവ് ക്രേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു.